US പൗരത്വവും നാച്ചുറലൈസേഷൻ നടപടിക്രമവും സംബന്ധിച്ച് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് 2026 നാച്ചുറലൈസേഷൻ പോളിസി മാനുവലിൽ ചില പ്രധാന അപ്ഡേറ്റുകളും വ്യക്തത വരുത്തുന്ന മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഉടൻ തന്നെ N400 ഫോം സമർപ്പിക്കാൻ തയ്യാറെടുക്കുന്ന വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ ഭാവിയിൽ അമേരിക്കൻ പൗരത്വം നേടാൻ ആഗ്രഹിക്കുന്ന ഗ്രീൻ കാർഡ് ഉടമയാണെങ്കിലോ ഈ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപേക്ഷ നൽകുന്നതിന് മുൻപ് നിയമങ്ങൾ വ്യക്തമായി അറിയുന്നത് അനാവശ്യമായ കാലതാമസവും കൂടുതൽ രേഖകൾ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും. സാധാരണയായി അമേരിക്കയിൽ സ്ഥിരതാമസക്കാരായ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് 5 വർഷത്തെ സ്ഥിരതാമസം പൂർത്തിയാക്കിയ ശേഷവും US പൗരനെ വിവാഹം കഴിച്ച ഗ്രീൻ കാർഡ് ഉടമകൾക്ക് ചില നിബന്ധനകൾ പാലിച്ച് 3 വർഷം പൂർത്തിയാക്കിയ ശേഷവും നാച്ചുറലൈസേഷനായി അപേക്ഷിക്കാം. എന്നാൽ അപേക്ഷ സമർപ്പിക്കുന്നത് കൊണ്ട് മാത്രം പൗരത്വം ലഭിക്കില്ല. അപേക്ഷകൻ നിയമത്തിൽ പറയുന്ന എല്ലാ യോഗ്യതകളും തെളിയിക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി USCIS പരിശോധിക്കുന്ന ഒന്നാണ് കണ്ടിന്യൂസ് റെസിഡൻസ് അഥവാ അമേരിക്കയിലെ തുടർച്ചയായ താമസത്തിന്റെ നിബന്ധന. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ ദീർഘകാലം യാത്ര ചെയ്യുന്ന പ്രവാസികൾ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഒരു തവണത്തെ യാത്രയിൽ 6 മാസത്തിൽ കൂടുതൽ അഥവാ 180 ദിവസത്തിൽ കൂടുതൽ അമേരിക്കയ്ക്ക് പുറത്തിരുന്നാൽ നിങ്ങളുടെ കണ്ടിന്യൂസ് റെസിഡൻസ് തടസ്സപ്പെട്ടതായി USCIS വിലയിരുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം അപേക്ഷ നിരസിക്കപ്പെടുമെന്ന് അർത്ഥമില്ല. ആ കാലയളവിലും അമേരിക്കയുമായുള്ള നിങ്ങളുടെ തൊഴിൽ ബന്ധം, താമസം, കുടുംബ ബന്ധം, നികുതി രേഖകൾ തുടങ്ങിയവ തുടരുകയായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് നിങ്ങളുടെ അപേക്ഷകൾക്ക് സഹായകരമാകും. 1 വർഷമോ അതിലധികമോ അമേരിക്കയ്ക്ക് പുറത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിയമപരമായ ചില പ്രത്യേക ഒഴിവുകൾ ബാധകമാകില്ലെങ്കിൽ കണ്ടിന്യൂസ് റെസിഡൻസ് സംബന്ധിച്ച് കൂടുതൽ സങ്കീർണമായ നിയമങ്ങൾ ബാധകമായേക്കാം. അതിനാൽ ദീർഘകാല വിദേശയാത്രകൾ നടത്തിയവർ അപേക്ഷ നൽകുന്നതിന് മുൻപ് യാത്രാ ചരിത്രം സൂക്ഷ്മമായി പരിശോധിക്കുന്നത് നല്ലതാണ്. രണ്ടാമതായി ഗുഡ് മോറൽ ക്യാരക്ടർ അഥവാ നല്ല സ്വഭാവവും നിയമപാലനവും USCIS വളരെ ഗൗരവമായി വിലയിരുത്തുന്ന വിഷയമാണ്. നിങ്ങൾ IRSൽ നികുതി റിട്ടേണുകൾ കൃത്യമായി ഫയൽ ചെയ്തിട്ടുണ്ടോ, നികുതി കുടിശ്ശികകളുണ്ടോ, കോടതി കേസുകളോ ക്രിമിനൽ രേഖകളോ ഉണ്ടോ, ആവശ്യമായിടത്ത് വിദേശ വരുമാനവുമായി ബന്ധപ്പെട്ട നികുതി നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചേക്കാം. നിയമപ്രകാരം റിപ്പോർട്ട് ചെയ്യേണ്ട സാമ്പത്തിക വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചുവെക്കുന്നത് അപേക്ഷയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ ട്രാഫിക് നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പിഴകൾ അടച്ചിട്ടുണ്ടോ, കോടതി രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ആവശ്യമായ സാഹചര്യങ്ങളിൽ പരിശോധിക്കപ്പെടാം. അതിനാൽ ബന്ധപ്പെട്ട രേഖകൾ മുൻകൂട്ടി ശേഖരിച്ചു വെക്കുന്നത് നല്ലതാണ്. മൂന്നാമതായി ഇംഗ്ലീഷ് ടെസ്റ്റും സിവിക്സ് ടെസ്റ്റും സംബന്ധിച്ച നടപടിക്രമങ്ങളിലും USCIS കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. പരീക്ഷയുടെ അടിസ്ഥാന ഘടനയിൽ വലിയ മാറ്റമൊന്നുമില്ല. എന്നാൽ ഉദ്യോഗസ്ഥർക്കായുള്ള മാർഗനിർദ്ദേശങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദീർഘകാലമായി അമേരിക്കയിൽ താമസിക്കുന്ന ചില മുതിർന്ന അപേക്ഷകർക്ക് നിലവിലുള്ള നിയമപ്രകാരം ലഭിക്കുന്ന 50/20, 55/15 പോലെയുള്ള ഇംഗ്ലീഷ് പരീക്ഷാ ഇളവുകൾ തുടർന്നും ലഭ്യമാണ്. എന്നാൽ സിവിക്സ് ടെസ്റ്റ് എഴുതേണ്ട ബാധ്യത ബാധകമായ നിയമപ്രകാരം തുടർന്നും ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഓൺലൈൻ വഴി N400 അപേക്ഷ സമർപ്പിക്കുന്നവരുടെ അപേക്ഷകൾ പരിശോധിക്കുന്ന നടപടിക്രമങ്ങളിലും കൂടുതൽ വ്യക്തത നൽകുന്നുണ്ട്. ചില അപേക്ഷകരുടെ മുൻപ് നൽകിയിട്ടുള്ള ബയോമെട്രിക് വിവരങ്ങൾ USCIS വീണ്ടും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ആവശ്യമായാൽ പുതിയ ബയോമെട്രിക് അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കാനും USCISന് അധികാരമുണ്ട്. അപേക്ഷയിലെ വിവരങ്ങളിൽ പൊരുത്തക്കേടുകളോ കൂടുതൽ വിശദീകരണമോ ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അധിക രേഖകൾ ആവശ്യപ്പെടുകയോ പ്രോസസ്സിംഗ് സമയം വർദ്ധിപ്പിക്കുകയോ ചെയ്യാം. മറ്റൊരു പ്രധാന കാര്യം US പൗരത്വം ലഭിച്ച ശേഷം ഇന്ത്യൻ നിയമപ്രകാരം ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുകയും തുടർന്ന് OCI കാർഡിന് അപേക്ഷിക്കുകയും വേണം. ഇത് പുതിയ നിയമമല്ലെങ്കിലും പല പ്രവാസികളും മറക്കാറുള്ള ഒരു പ്രധാന നിയമപരമായ നടപടിയാണ്. അതിനാൽ പൗരത്വം ലഭിച്ചതിന് ശേഷം ഈ നടപടികളും സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് N400 അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി, 6 മാസത്തിൽ കൂടുതൽ നീണ്ട യാത്രകളുടെ വിശദാംശങ്ങൾ, IRS ടാക്സ് ട്രാൻസ്ക്രിപ്റ്റ്, ആവശ്യമായ നികുതി രേഖകൾ, കോടതി രേഖകൾ, അറസ്റ്റ് രേഖകൾ അല്ലെങ്കിൽ ട്രാഫിക് കേസുകളുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവ എല്ലാം മുൻകൂട്ടി തയ്യാറാക്കി വെക്കുക. ചെറിയ പിഴവുകൾ പോലും അപേക്ഷയുടെ പ്രോസസ്സിംഗ് വൈകാൻ കാരണമായേക്കാം. ഇമിഗ്രേഷൻ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.